എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 63 കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്നത്തെ എപ്പിസോഡിലുടനീളം അക്ബറിന് നല്ല രീതിയിൽ ഒരു പുഷ് കൊടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അക്ബർ മുന്നിലേക്ക് വരണം എന്നുള്ളത് BB ടീം ആഗ്രഹിക്കുന്നുണ്ടാവാം. ശരിക്കും അക്ബർ ഒതുങ്ങിപ്പോയത് ഈ അക്ബർ ഓവർ അഗ്രഷൻ കാണിക്കരുത്, മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ ആവർത്തിച്ച് ലാലേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് തോന്നുന്നു അക്ബറിനും ആ ഒരു പേടിയുണ്ട്. ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഓവർ അഗ്രഷനിലേക്ക് പോവാം, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ വായിന്ന് വരാമെന്നൊക്കെ ഉള്ളൊരു പേടി അക്ബറിനുള്ളതായിട്ടും അതേപോലെ തന്നെ അക്ബറിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാർ എവിക്റ്റായി പോയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അക്ബർ ഒന്ന് ഒതുങ്ങിപ്പോയത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി അക്ബറിന് മുന്നിലേക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കി അക്ബർ എത്രത്തോളം മുന്നോട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്നുള്ളത് കണ്ടറിയണം. അതേപോലെ ഒണിയിലാണ് എവിക്റ്റായിരിക്കുന്നത്. ഡേർട്ടി ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷമാണ് ഒണിയിലിനെ എവിക്റ്റ് ചെയ്യുന്നത്. ഈ ഒണിയിലിൻ്റെ ഒരു ഗെയിം പറയാനാണെങ്കിൽ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ, അപ്പോൾ ക്വാളിറ്റിയുള്ള കോണ്ടന്റുകൾ തരാൻ പറ്റുന്ന ഒരാളാണ് ഒണിയിൽ എന്നുള്ളതാണ്. പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് അവിടെ മറ്റാരേക്കാളും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെക്കാട്ടിലും ഒക്കെ ഏറ്റവും നിലവാരം കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന, വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഒണിയിൽ എന്നുള്ളതാണ്. ആവശ്യമുള്ള സമയത്ത് പ്രോഗ്രസീവ് കുപ്പായം എടുത്തിടും, അല്ലാത്ത സമയത്ത് അത് അഴിച്ചു വെച്ചിട്ട് മറ്റു പലരെയും പറ്റിയിട്ട് കുറ്റം പറയുന്ന ഒരു ഒണിയിലിനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒണിയിലിൻ്റെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒണിയിലിനെതിരെയുള്ള ഒരു വിമർശനമൊക്കെ പറയുന്ന സമയത്ത് ഒണിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. ഒണിയിലിൻ്റെ തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഒണിയിൽ ആദ്യം തന്നെ അതിനെ എതിർത്ത് അവിടെ സംസാരിക്കാനായിട്ട് നിൽക്കും. പിന്നെ അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാനായിട്ട് നിൽക്കും. ഒരു തരത്തിലും ഒണിയിലിനെ വിമർശിക്കാനോ ഒണിയിലിൻ്റെ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനോ ഒണിയിൽ സമ്മതിക്കാറേ ഇല്ല. ഒണിയിലിൻ്റെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒണിയിലിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു നല്ല വാക്കുണ്ടെങ്കിൽ അത് മാത്രം ഒണിയിൽ സ്വീകരിക്കുകയും ബാക്കി എന്താണ് ഒണിയിലിനെതിരെ പറയാനായിട്ടുള്ളതെന്നുള്ളൊരു വിഷയം മൊത്തത്തിൽ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുകയും ചെയ്യുന്നതാണ് ഒണിയിലിൻ്റെ ഒരു പതിവ് രീതി. അതുകൊണ്ട് തന്നെ ഒണിയിൽ വന്ന സമയം മുതൽ ഇപ്പോൾ ഇറങ്ങുന്ന സമയം വരെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒണിയിൽ ഉപയോഗിക്കുന്ന നിലവാരം കുറഞ്ഞ വർത്തമാനത്തിന് ഒരു തരത്തിലുള്ളൊരു മാറ്റവും വന്നിട്ടില്ല. അത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഒണിയിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ശരിക്കും കഴിഞ്ഞ ആഴ്ച ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് ഒണിയിൽ എവിക്റ്റ് ആവാതിരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അല്ലെങ്കിൽ അഭിലാഷിൻ്റെ കൂടെ തന്നെ ഒണിയിലും ഔട്ട് ആവേണ്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവിടെ ഒണിയിൽ കാരണം അക്ബറിന് ഉണ്ടായിട്ടുള്ളൊരു പോസിറ്റീവ് കാര്യവും കൂടെ എടുത്തു പറയണം. ഇപ്പം ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്നത് പോലെ ഈ ഒണിയിൽ പോകാൻ പോകുന്ന സമയത്ത് പോലും നന്നായിട്ട് അവിടെ നിന്ന് ചീഞ്ഞ് അക്ബറിന് ആവശ്യമുള്ളൊരു വളം ഇട്ട് കൊടുത്തിട്ടാണ് ഒണിയിൽ പോയിരിക്കുന്നത്. അക്ബർ അത് എത്രത്തോളം വലിച്ചെടുത്ത് വളരും എന്നുള്ളത് കണ്ടറിയണം. എന്നാലും ഈ ജിസേലിൻ്റെ അക്ബറിൻ്റെയും ഇടയിൽ ഒണിയിൽ നടത്തിയിട്ടുള്ളൊരു വളരെ ഡേർട്ടി ഗെയിം നല്ല രീതിയിൽ ഇന്നലെ വീഡിയോ സഹിതം തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അക്ബറിൻ്റെ അടുത്ത് ബ്ലൈൻഡ് ആയിട്ടൊരു പകവച്ചിരിക്കാത്ത മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. അത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അക്ബറിൻ്റെയും ഒണിയിലിൻ്റെയും ജിസേലിൻ്റെയും ഒക്കെ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഷാനവാസ് അതിഭീകരമായിട്ടിരുന്ന് സന്തോഷിക്കുന്നത് കാണാം. അക്ബറിനെതിരെ എന്തോ കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു തരത്തിൽ. എനിക്ക് തോന്നുന്നു അക്ബർ ഇനി മുന്നോട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിലും ഷാനവാസ് നിന്നെ ഇനി ഞാൻ ടോപ്പ് 5 എത്തിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള തരത്തിലാണ് ഷാനവാസിൻ്റെ പ്രകടനം അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ വീഡിയോ കാണിച്ച ശേഷവും ഷാനവാസ് എങ്ങനെയാണ് ഈ വിഷയത്തിനെ ഇനി വളച്ചൊടിക്കാൻ പോകുന്നത്, കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. പിന്നീട് ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം ഈ ഭക്ഷണ കാര്യത്തിൽ അനുമോള് കാണിക്കുന്ന ഒരു അമിത അധികാരത്തെ തുറന്ന് കാണിക്കുന്നതാണ്. ഒരു കേക്ക് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ ലൈവായിട്ട് തന്നെ അനുമോള് കാണിക്കുന്ന ചില കാര്യങ്ങളെ ലാലേട്ടൻ വിമർശിക്കുന്നുണ്ട്. അനുമോളോട് ചോദിക്കുന്നു എന്തിനാണ് ഈ ഭക്ഷണം വരുമ്പോഴത്തേക്കിനും അനുമോൾ എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. അനുമോൾക്ക് വേണ്ട ഭക്ഷണം എടുത്തിട്ട് അനുമോൾ മാറി നിൽക്കുക, ബാക്കി എന്താണെന്നുള്ളത് അവർ ചെയ്തോളും, അനുമോൾ അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതും അനുമോളുടെ ഒരു എയിം ആയതുകൊണ്ട് അനുമോൾ എത്രത്തോളം അത് കേൾക്കുക എന്നുള്ളത് കണ്ടറിയണം. ഇനി പ്രോപ്പറായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നാൽ അതാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ പതിവ് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ്. അതിനുശേഷം ലാലേട്ടൻ മത്സരാർത്ഥികളെ കാണുന്നു, അവരോട് ചോദിക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ ബിഗ് ബോസ് ഭയങ്കര ദുഃഖത്തിലാണോ എന്ന് പറയുന്നു. നിങ്ങൾ 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ ബിഗ് ബോസിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ലാലേട്ടൻ അവരോട് ചോദിക്കുന്നു. അതിൽ അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നു, അനുമോൾ പറഞ്ഞോ ബിഗ് ബോസ് ഇവിടെ ഫേവറിറ്റിസം കാണിക്കുന്നുണ്ടെന്ന്. ആരോടാണ് ഫേവറിറ്റിസം കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ
അനിമോൾ നെവിനോടാണ് എന്നുള്ള തരത്തിൽ പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു, അങ്ങനെയാണോ ബിഗ് ബോസ് ഇവിടെ ഫേവറേറ്റിസം കാണിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനിമോളോട് ബിഗ് ബോസ് പറയാണ്, എന്താണ് അനിമോളെ, അനിമോൾക്കൊരു സങ്കടം വന്നപ്പോൾ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നിങ്ങളെല്ലാവർക്കും ഒരേപോലെയല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആരോടും ഫേവറേറ്റിസം ഇല്ല എന്നുള്ളത് ബിഗ് ബോസ് പറയുകയാണ്. പിന്നീട് ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസ് പറഞ്ഞോ ബിഗ് ബോസ് ഭയങ്കര ക്രൂരനാണ് എന്നുള്ളത്. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, അത് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം പോലും നമുക്ക് കറക്റ്റായിട്ട് തരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ലാലേട്ടൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ പോയിരുന്ന് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഷാനവാസിനോട് പറയുകയാണ്, ഷാനവാസ് ഇപ്പോൾ ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടനും പറയുന്നു, ഷാനവാസിന്റെ ഭാര്യ വന്ന സമയത്ത് ഷാനവാസ് ഭയങ്കര സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത്, അതുകൊണ്ട് എങ്ങനെയാണ് ഷാനവാസിനൊക്കെ അധികമായിട്ട് ഫുഡ് തരിക എന്നുള്ളത് ബിഗ് ബോസ് ചോദിക്കുന്നു. പിന്നീട് നെവിനോട് ചോദിക്കുന്നു, നെവിൻ എന്താണ് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നെവിനോടാണ് ഫേവറേറ്റിസം കാണിക്കുന്നതെന്നാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, എന്താണ് നെവിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ പറയുന്നു, കൊട്ടാരം പോലത്തെ ഒരു വീടും വലിയൊരു ഡൈനിങ് ടേബിളും ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്കിനും ലാലേട്ടൻ പറയുന്നു, മോനെ നീ ഇവിടെ കളിക്കാനാണോ കഴിക്കാനാണോ വന്നത്, ഇനി ഞാൻ കേട്ടതിൻ്റെ വല്ല കുഴപ്പമാണോ, നീ ശരിക്കും കളിക്കാനാണോ കഴിക്കാനാണോ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ പറയുന്നു, ഞാനിവിടെ കളിക്കാനാണ് വന്നതെന്ന് പറയുന്നു, പക്ഷേ ഇതിൻ്റെ പ്രൊമോയൊക്കെ കാണിച്ച സമയത്ത് കൊട്ടാരം പോലത്തെ വീടും ഇത്രയും ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഡൈനിങ് ടേബിളും ഒക്കെ കാണിച്ചിരുന്നു എന്ന് പറയുന്നു. ബിഗ് ബോസ് നെവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് ലക്ഷറി ലൈഫ് സ്റ്റൈൽ തരാൻ വേണ്ടിയിട്ട് വിനോദയാത്രയല്ലല്ലോ അതിജീവനമല്ലേ എന്ന് ചോദിക്കുന്നു. ബിഗ് ബോസിനെ പോലെ നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും നെവിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ആദിലേൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു, ആദില എന്താണ് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് വേണ്ടത്ര പ്രൈവസി ബിഗ് ബോസ് തരുന്നില്ല എന്ന് പറഞ്ഞോ. അപ്പോൾ ആദില പറയുന്നു, വേണ്ടത്ര ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ബിഗ് ബോസ് ആദിലേൻ്റെ അടുത്ത് പറയുകയാണ്, ആദില ഞാൻ ആദിലേനെ മാത്രമല്ല എല്ലാവരെയും നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ തരാനായിട്ട് ഇത് 7ന്റെ പണിയല്ലേ എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒണീലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒണീൽ പറയുന്നത്, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാറുണ്ട് എന്ന് പറയുന്നു. മിഡ് വീക്ക് എവിക്ഷൻ വന്നാലും ജയിൽ ടാസ്ക് വന്നാലും ഒക്കെ ഏറ്റവും ടഫുള്ളതാണ് ഒണീലിന് കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ഒണീലിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ടാസ്കുകൾ വരുമ്പോൾ ഒണീലിനല്ലാതെ മറ്റാർക്കാണ് ഞാൻ തരിക എന്ന് ബിഗ് ബോസ് ഒണീലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിനുശേഷം അക്ബർ എന്താണ് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അക്ബർ ബിഗ് ബോസ് ഒരു ഹിപ്പോക്രാറ്റ് ആണോ എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുകയാണ്, ഈ അടി ഉണ്ടാക്കരുതെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്യും, എന്നാൽ ടാസ്ക് വരുന്ന സമയത്ത് അടി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് അക്ബറിൻ്റെ അടുത്ത് പറയുന്നു, ചെറിയ ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും ഞാൻ തടസ്സമല്ല, പക്ഷേ അത് അതിന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടപെടും എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ഞാൻ നിങ്ങൾ വലിയ തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയാണ്, തങ്കപ്പെട്ട മനുഷ്യനൊന്നും അല്ല മനുഷ്യനാണ് എന്ന് ലാലേട്ടൻ പറയുന്നു. പിന്നീട് ലക്ഷ്മീൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു, ഈ ലക്ഷ്മീൻ്റെ കാര്യം പറയാനായിട്ട് വളഞ്ഞിങ്ങനെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കണ്ട സമയത്ത്. അപ്പോൾ ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുന്നു, കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ നമ്മൾ ആരും നിയമത്തിന് മുകളിലല്ലല്ലോ എന്ന് പറയുന്നു. നിയമ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കുഞ്ഞിനെ വീട്ടിൽ കയറ്റാത്തത് എന്ന് ബിഗ് ബോസ് ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് അതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ആ കാര്യം മനസ്സിലാക്കുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് ലക്ഷ്മിയും പറയുന്നു. പിന്നീട് സാബുമാനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ സാബുമാൻ പറയുന്നു, ഇവിടെ വേണ്ടത്ര പ്രോട്ടീൻ കിട്ടുന്നില്ല, പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നു. ഞാൻ നല്ലതുപോലെ കൂട്ടിത്തരാം, 7ന്റെ പണി എന്ന് ബിഗ് ബോസും പറയുന്നു. ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നത്, ഇനി ഞങ്ങൾക്ക് പണിയൊന്നും തരല്ലേ, ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, എന്തിനാ വന്നത് ജിസേൽ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് കളിക്കാനുള്ളൊരു എനർജി വേണ്ടേ, അതിനുള്ള ഫുഡെങ്കിലും വേണ്ടേ, ഇനി ഒന്നും കുറയ്ക്കരുതേ എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. ലാലേട്ടൻ ഇവരോട് പറയാണ്, ബിഗ് ബോസിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് മത്സരാർത്ഥികളോട് സംസാരിക്കുകയാണ്. മേഘങ്ങൾ കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശം വരും, എന്നാൽ സൂര്യപ്രകാശത്തെ ആശ്രയിച്ചിരിക്കുമ്പോഴത്തേക്കിനും വീണ്ടും മേഘങ്ങൾ മറയും. ഈ ബിഗ് ബോസ് വീട്ടിലെ ജീവിതവും അതുപോലെ തന്നെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈ വീടിൻ്റെ ഉള്ളിൽ മാറ്റമില്ലാത്തതായിട്ട് ഒന്ന് മാത്രമാണ്, നിങ്ങളെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേദനയിലും സന്തോഷത്തിലും നിങ്ങളെ കാണുന്ന, നിങ്ങളെ അറിയുന്ന സാന്നിധ്യം, നിങ്ങളുടെ ഈ വീട്ടിലുള്ള അസ്തിത്വത്തിന്റെ അതീന്ദ്രിയ ഘടകം, നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ്. അതിനുശേഷം ഫാമിലിയൊക്കെ വന്നതിനെ പറ്റിയിട്ട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു, സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു, ഞാൻ കുറേ നാളായിട്ട് വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിലേക്ക് മാത്രം ഒതുങ്ങിയിരുന്ന ഒരാളാണ്, അവരെ മാത്രം നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം ഇവിടെ വന്നു. അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം അവരെ കണ്ട സമയത്ത് വികാരങ്ങളുടെ ഒരു തള്ളിച്ചാന്നൊക്കെ പറയുന്നത് പോലെ ആയി എന്ന് പറയുന്നു.
പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് അനീഷ് പറയുന്നു. പിന്നീട് ഷാനവാസിനോട് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാനൊരു ഫാമിലി ഫോട്ടോയൊക്കെ കൊണ്ടുവന്നിരുന്നു, പക്ഷേ ബിഗ് ബോസ് അത് ഉള്ളിലേക്ക് തന്നു വിട്ടില്ല. അതൊരു തരത്തിൽ നന്നായി, കാരണം അതിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് ഷാനവാസ് പറയുന്നു. ജിസേലിനോട് ചോദിക്കുന്നു മമ്മി വന്നപ്പോഴത്തേക്കിനും പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു മമ്മി എന്നോട് നല്ലതൊന്നും പറഞ്ഞില്ല, നിന്റെ ബെഡ് ശരിയല്ല, നീ ഗെയിം കളിക്കുന്നത് ശരിയല്ല, ടാസ്ക് ശരിയായിട്ട് ചെയ്തില്ല, തിരുവാതിര മര്യാദയ്ക്ക് കളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മമ്മി ഇരുന്നതെന്ന് പറയുന്നു. ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നു ഭാഗ്യം ചെയ്ത ഒരാളാണ് ബിന്നി, ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ബുദ്ധിമുട്ടിച്ചെങ്കിലും സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു. ഇതിൻ്റെ താങ്ക്സ് ആരോടാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. നൂറേൻ്റെ അടുത്താണ് അതിലെ താങ്ക്സ് പറഞ്ഞതെന്ന് ബിന്നി പറയുന്നു. പിന്നീട് ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നു ജിസേലിൻ്റെ അമ്മേനെ പോലെ ഒരു അമ്മയാണ് എൻ്റെതും, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി എന്ന് ലക്ഷ്മി പറയുന്നു. പിന്നീട് ആര്യനോട് ചോദിക്കുന്നു, ആര്യൻ ഭയങ്കര ടെൻഷൻ ആയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു അമ്മ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വരെ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ വന്ന് പോയതിന് ശേഷം ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെയായി, ഓക്കെ ആയി എന്നുള്ളത് ആര്യൻ പറയുന്നു. അനുമോളോട് ചോദിക്കുന്നു ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നല്ലോ, സന്തോഷമായോ എന്ന് ചോദിക്കുന്നു. ആദ്യം ബിഗ് ബോസിനെ പ്രാഗിയിട്ടാണോ പോയെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോളെക്കാട്ടിലും കരയുന്ന ആളാണോ അമ്മ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മൊത്തത്തിൽ കരച്ചിലാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നു അമ്മയും അച്ഛനും ഞാനും ഒക്കെ നന്നായിട്ട് കരയുന്ന ആൾക്കാരാണ് എന്ന് അനുമോളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദിലിൻ്റെ അടുത്ത് നൂറിൻ്റെ അടുത്ത് എത്ര ഫാമിലിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നൂറ് പറയുന്നു ഞങ്ങൾക്ക് സന്തോഷമായി, ഞങ്ങളുടെ ഫാമിലി വരുന്നതിനെക്കാട്ടിലും മറ്റുള്ളവരുടെ ഇത്രയും ഫാമിലി വന്ന് ഞങ്ങളോട് സ്നേഹത്തിൽ പെരുമാറിയ സമയത്ത് സന്തോഷമായി എന്ന് പറയുന്നു. അതിൽ ആദില പറയുന്നു ഈ ഫാമിലി വീക്ക് വരുന്ന സമയത്തൊക്കെ സിബ്ലിങ്സ് വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അതില്ലെങ്കിലും ഇത്രയും ഫാമിലിയൊക്കെ വന്ന് ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് സന്തോഷമാണ് എന്ന് ആദിലയും പറയുന്നു. പിന്നീട് ഒണിയിലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒണിയിൽ പറയുന്നത് എൻ്റെ അമ്മേൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഒണിയിൽ പറയുന്നു അമ്മ എല്ലാവരോടും സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്, അപ്പോൾ എല്ലാവർക്കും അമ്മ വന്നിട്ട് കിസ് കൊടുത്തു, ലക്ഷ്മി ഒഴികെ എന്നുള്ളത് ഒണിയിൽ അവിടെ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നു ഭയങ്കര സന്തോഷമാണ്, ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്യനാടുകളിൽ എത്രയോ വർഷങ്ങളായിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിൽ നെവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നു എനിക്ക് അത്ര വലിയ മിസ്സിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല, കാരണം ഞാൻ 3 വർഷം സെമിനാരിയിൽ പോയതാണ്, ഞാൻ ഈ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ 3 വർഷത്തോളം സഞ്ചരിച്ചതാണ്, അപ്പോൾ പിന്നെ ഈ 3 മാസമൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് നെവിൻ പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നു ആരാണ് ഞാൻ കേക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞത്, കേക്ക് സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട് പോയി എടുത്തോന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അതിനുശേഷം പിന്നെ കേക്കിൻ്റെ പേരിലൊരു വഴക്കും അവിടെ നടന്നിട്ടുണ്ട്. ആര്യനും ആദിലയും കൂടെ അനുമോളുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അനുമോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് കേക്ക് എടുത്ത സമയത്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു. അനുമോൾ കേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ആര്യൻ വന്ന് പറയുന്നു നീ മറ്റുള്ള ആൾക്കാരോട് കേക്ക് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ എടുത്ത് മാറ്റി വെച്ചില്ലേ എന്ന് അനുമോളോട് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു ഞാൻ എടുത്തത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതിൽ ഷാനവാസും നെവിനും ഒക്കെ കൂടെ അടുക്കളയിൽ നിന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ ആ കേക്ക് കൂടുതലും എടുത്ത് മാറ്റി വെച്ചില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ടാണോ അവൾ നമ്മുടെ നേരെ വഴക്കിന് വരുന്നതെന്നുള്ളത് ഷാനവാസ് നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് പറയുന്നു ഇത് എന്താണ്, ഒരു കേക്ക് തന്നപ്പോഴത്തേക്കിനും കേക്കിൻ്റെ പേരിൽ പിന്നെ അടിയായല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം അനുമോളോട് ചോദിക്കുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു ഓരോരുത്തർക്കും ഓരോ പീസ് വീതം കൊടുക്കാനായിട്ടാണ് ഇരുന്നത്, പക്ഷെ അതിനു മുമ്പ് എല്ലാവരും കൂടെ വന്നിട്ട് കൈയിട്ടെടുത്തു. ആര്യന് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് ഭക്ഷണം വരുമ്പോഴത്തേക്കിനും വന്ന് കൈയിട്ടെടുത്തോണ്ട് പോകാന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു. അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നു അനുമോൾക്കുള്ളൊരു കഷ്ണം എടുത്തിട്ട് അങ്ങ് മാറി നിന്നാൽ പോരെ, അവർ ബാക്കി എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, അതിലെന്തിനാണ് കയറി ഇടപെടാൻ പോകുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേക്കിൻ്റെ വിഷയം സംസാരിച്ചുകൊണ്ട് തന്നെ ഈ മട്ടൻ്റെ വിഷയത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള അടീനെ പറ്റിയിട്ടും ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നു അനുമോൾ തുടക്കം മുതലേ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അനുമോളുടെ അടുത്ത് ഇങ്ങനെ യാചിച്ച് നിൽക്കണം, എന്നിട്ട് എന്നെ കൊതിയൻ എന്നൊരു പേര് വിട്ട് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുമോൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം അനുമോൾ ഹൽവ കട്ടതിനെ പറ്റിയിട്ട് ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു ഫാമിലി കൊണ്ടുവന്നിട്ടുള്ള ഹൽവ അവൾ കട്ടെടുത്തു, എന്നിട്ട് പിന്നെ അവൾ ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ, അവൾ കള്ളത്തിനാണ് പറയുന്നതെന്നൊക്കെ ജിസേലും അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഭാഗ്യത്തിന് നിങ്ങളുടെ ഫാമിലി കൊണ്ടുവന്ന ഫുഡാണ്, ഞങ്ങൾ തന്ന ഫുഡൊന്നും ആവാതിരുന്നത് നന്നായി എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് അനീഷ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്. അപ്പോൾ അനീഷ് പറയുന്നു ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് അനുമോൾ, കാരണം അനുമോൾക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എപ്പോഴും ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കുന്നത് പോലെയാണ് എപ്പോഴും അനുമോൾ ചെയ്യാറെന്ന് അനീഷ് പറയുന്നു. അതിനുശേഷം അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് അക്ബർ അവിടെ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഒരു അടി നടന്നല്ലോ. അക്ബർ പറയുന്നു
ആദ്യത്തെ ദിവസം അനീഷേട്ടൻ ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയി പരത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും അനീഷേട്ടൻ അക്ബർ പോയിക്കോളൂ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചു. രണ്ടാമത്തെ ദിവസം വെള്ളം കൂടിയ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അക്ബർ എന്തിനാ അതിൽ ഇടപെടുന്നത്, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വഴക്കിട്ടു. പിന്നീട് ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു, അനീഷ് വീട്ടിൽ ചപ്പാത്തി പരത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പരത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് കേട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അക്ബർ കയറിയിട്ട് ഇടപെടുന്നു. അക്ബർ പറയുന്നു, ലാലേട്ട അനീഷ് എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അനീഷ് ഏട്ടൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള പറഞ്ഞേ നിൽക്കുകയുള്ളൂ എന്ന് അനീഷിനെ പറ്റിയിട്ട് അക്ബർ പറയുന്നുണ്ട്. അതിൽ ലക്ഷ്മിൻ്റെ അടുത്ത് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നു, ഇവിടെ ഫുഡ് ചിലർക്ക് കൂടുതൽ കിട്ടും കുറച്ച് കിട്ടും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ ലക്ഷ്മി പറയുന്ന കാര്യം, ഇപ്പം ഞാനൊരു കാര്യം പറയാം, അന്ന് ഈ മട്ടൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത് ഞാൻ 3 പീസ് മട്ടൺ എടുത്ത് കഴിച്ചിരുന്നു സൈലൻ്റ് ആയിട്ട് തന്നെ. ഇപ്പോൾ കേക്ക് വന്നപ്പോഴും ഞാൻ എക്സ്ട്രാ ഒരു കേക്കിൻ്റെ കഷ്ണം എടുത്ത് ഞാൻ മാറി നിന്ന് കഴിച്ചിരുന്നു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എന്ന് ലക്ഷ്മി അവിടെ തുറന്നു പറയുന്നുണ്ട്. അതിനുശേഷമാണ് ജിസേലിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നത്, ജിസേൽ ഈ പൊസസീവ്നെസ് ഒക്കെ ജിസേലിനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ആര്യൻ്റെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. അതിൽ ജിസേൽ പറയുന്നു, ആര്യൻ എൻ്റെ അടുത്ത് ഞാൻ ഒളിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ലക്ഷ്മി വന്ന സമയത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും കണ്ടു. അപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ ആൾ കിടന്നുറങ്ങണ്ടേ, അതിന് ഞാൻ വന്നപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് പോകാനും പറഞ്ഞു, ലക്ഷ്മി വന്നപ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നു, ഇവള് വന്നിരുന്ന് വെറുതെ സംസാരിക്കും, ഇവളുടെ സംസാരം കേട്ടാലേ എനിക്ക് തലവേദന എടുക്കും. പക്ഷെ ലക്ഷ്മി ഇങ്ങനെ വന്ന് കിടന്ന് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കാറൊന്നുമില്ല, ജിസേൽ വന്ന് അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് ആര്യൻ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ ഇവർ ആര്യനും ജിസേലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നത്, നമ്മൾ ഏറ്റവും അടുത്ത ആളോടല്ലേ അങ്ങനെ പൊയ്ക്കോളൂ, എനിക്കൊന്ന് ഉറങ്ങണമെന്നൊക്കെ സ്വാതന്ത്ര്യത്തിൽ പറയുക, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവള് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും, ഈ ഷാനവാസും അക്ബറും ഒക്കെ കൂടെ ഒരു പ്രാങ്ക് കളിച്ചപ്പോഴത്തേക്കിനും അതും വിശ്വസിച്ചു എന്നൊക്കെ ജിസേലിനെ പറ്റിയിട്ട് ആര്യൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പ്രാങ്ക് വീഡിയോ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഈ അക്ബറും ഒണിയിലും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒണിയിലും ജിസേലും കൂടെ സംസാരിക്കുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്നത് ഒണിയിൽ ജിസേലും അക്ബറും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ആര്യനെയും ലക്ഷ്മിക്കും എതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ആര്യൻ ഇപ്പോൾ അവൾ പറയുന്നത് കേട്ട് നടക്കുകയാണ്, ഇവിടെ ഏറ്റവും വലിച്ച കോമഡി പറയുന്ന ഒരാൾ ലക്ഷ്മിയാണ്. അപ്പോൾ ജിസേൽ പറയുന്നു, ആ മണ്ടനാണെങ്കിൽ അവൾ പറയുന്നത് കേട്ട് അവളുടെ പുറകെ നടക്കുകയാണ് എന്നൊക്കെ ജിസേലും ആര്യനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, ഇതിൻ്റെ സൂത്രധാരൻ ആരാണ്, അക്ബർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ശവന്തീനി കഴുകനാണ് എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, ഇവിടെ ഒരു ടാസ്ക് വന്നിരുന്നു, അതിൽ അക്ബറിന് കിട്ടിയിട്ടുള്ള പേരാണ് ശവന്തീൻ, ഈ കഴുകൻ എന്നുള്ളത്. അപ്പോൾ അക്ബർ എഴുന്നേറ്റ് എന്ന് പറയുന്നു, ഞാൻ ശവം തിന്നുന്ന കഴുകനാണെങ്കിൽ ഷാനവാസ് ശവമാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്ന് പറയുന്നു. സാബുമാൻ്റെ അടുത്ത് അക്ബറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കിനും സാബുമാൻ പറയുന്നത്, അക്ബർ അത്ര ശരിയല്ല, അക്ബറിനായിട്ടൊരു പ്രശ്നമില്ല, എന്നാൽ മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അക്ബർ അത് വഷളാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് സാബുമാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ജിസേൽ പറയുന്നത്, ഈ ഒണിയിൽ ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയം പറഞ്ഞു, അപ്പോൾ അത് നമുക്കൊരു വലിയ വിഷയമാക്കണ്ടേ എന്നുള്ളത് അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. അപ്പം അതിനുശേഷം അക്ബറും ഒണിയിലും കൂടെ സംസാരിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അക്ബർ ഒണിയിലിൻ്റെ അടുത്ത് പറയുന്നത്, ഈ വഴക്ക് കൂടുന്ന സമയത്തൊക്കെ ഇവരുടെ ഈ വിഷയം ഇങ്ങനെ എടുത്തിടുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതൊരു ഡേർട്ടി ഗെയിമായിട്ടാണ് തോന്നുന്നതെന്ന് പറയുന്നു. അപ്പം ഒണിയിൽ പറയുന്നത്, അതെനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്, അല്ലാതെ എനിക്കത് എടുത്തിട്ട് സംസാരിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഞാൻ കണ്ട വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ ഒണിയിൽ അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അക്ബർ ജിസേലിൻ്റെ അടുത്ത് പോയിരുന്നു പറയുന്നത്, ഇങ്ങനെ ഒണിയിൽ ഈ വഴക്കിടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ വിഷയം എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്, അവൻ കണ്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നു, അനുമോളല്ലേ ഇത് തുടക്കത്തിലിട്ടത്, പക്ഷേ ഇപ്പോൾ അനുമോൾ ആ വിഷയം പറയുന്നില്ലല്ലോ, ആദില നൂർ ആ വിഷയം പറയുന്നില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഒണിയിൽ അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ കാണിച്ചപ്പോൾ അതിൽ ഒണിയിൽ പറയുന്നത് ആദിലെ നൂറയും ഇതേപോലെയുള്ള ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യങ്ങൾ പലതും കണ്ടിട്ടുണ്ട് എന്ന് ആദിലെ നൂറയും പറഞ്ഞതായിട്ട് ഒണിയിൽ പറയുന്നുണ്ട്. ഇവിടെ ജിസേൽ പറയുന്നത് ആദിലെ നൂറയൊന്നും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതിനുശേഷം ഒണിയിൽ പോയിട്ട് ജിസേലിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഒണിയിൽ പറയുന്നു, ഞാൻ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ലെന്നുള്ളതാണ്. അക്ബർ അപ്പം ജിസേൽ ഒണിയിലിൻ്റെ അടുത്ത് പറയുന്നു,
അക്ബർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒണിയിൽ ഈ വിഷയം സംസാരിക്കുന്നുണ്ട്, അപ്പോൾ അവനെതിരെ നമുക്കിത് സംസാരിക്കണ്ടേ, ഇതൊരു വലിയ വിഷയമാക്കണ്ടേ എന്നുള്ളത് അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് ഒണിയിലിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഒണിയിൽ പറയുന്നു ഇതിനിടയ്ക്ക് അക്ബർ കിടന്നിട്ടാണ് വലിയൊരു ഡേർട്ടി ഗെയിം കളിക്കുന്നത്, അക്ബറാണ് ഇതിനിടയ്ക്ക് കിടന്ന് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഒണിയിൽ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ 2 വീഡിയോയും അവിടെ കാണിച്ചതിന് ശേഷം പിന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ഈ മട്ടൻ്റെ വിഷയത്തിൽ അടി നടന്ന ദിവസം ഒണിയിലും ആര്യനും തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യനെതിരെ വീണ്ടും നീ ഇവിടെ കളിക്കുന്ന കളി എന്തെന്നാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു തരത്തിൽ ഈ വിഷയത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒണിയിൽ സംസാരിക്കുകയും അതിനെ പറ്റിയിട്ടാണ് പിന്നീട് അക്ബർ ഒണിയിലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഈ വഴക്കിടുന്ന സമയത്തൊക്കെ ഇവരുടെ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അക്ബർ അപ്പോഴാണ് ഒണിയിലിൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒണിയിൽ പറയുന്നു ഞങ്ങൾ തമ്മിൽ അത് സംസാരിച്ച് തീർത്ത വിഷയമാണ്, എനിക്ക് ആ വിഷയം എടുത്ത് സംസാരിക്കാനായിട്ട് ഒരു താല്പര്യമില്ല, ഞാൻ പിന്നെ കണ്ടു എന്ന് പറയുന്നത് അനിമോള് കണ്ട കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒണിയിൽ അവിടെ നിന്ന് ഒരുമാതിരി ന്യായീകരണമൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പം ജിസേൽ അവിടെ പറയുന്നത് ഒണിയിൽ സ്വന്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യം അക്ബറിൻ്റെ അടുത്ത് പോയി പറയും, അക്ബർ പിന്നെ അത് ഇതേപോലെ തന്നെ എടുത്ത് പിടിച്ചുകൊണ്ട് വരുകയും ചെയ്യുമോ എന്നുള്ളത് ജിസേൽ പറയുന്നു. അപ്പം ലാലേട്ടൻ പറയാണ് ഇതൊരു ഗെയിമാണ്, ഡേർട്ടി ഗെയിം അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം പിന്നെ ഈ അക്ബർ ഒണിയിൽ ജിസേൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒണിയിൽ പറയുന്നു എനിക്ക് ഈ വിഷയം സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേനും അക്ബർ ചോദിക്കുന്നു അങ്ങനെ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ വഴക്കിടുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കാര്യം എടുത്തിട്ട് നീ പിന്നെ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്ന് ഒണിയിലിൻ്റെ അടുത്ത് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു ഒണിയിൽ ഇതെൻ്റെ മമ്മി കാണുന്നുണ്ട് ഒണിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒണിയിലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒണിയിൽ പറയുന്നു എനിക്ക് ഈ വിഷയം സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ ഈ ഡേർട്ടി ഗെയിം കളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പിന്നെ ഞാൻ ഈ കണ്ടു എന്ന് പറയുന്നത് അനിമോള് കണ്ട കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഒണിയിൽ ഇത് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഡേർട്ടിയും ഗെയിം കളിച്ചിട്ട് ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നേരെ എവിക്ഷനിലോട്ട് കിടക്കുകയാണ്. ലക്ഷ്മിനെയും സാബുമാനെയും ഒണിയിലിനെയും അനിമോളെയും എഴുന്നേപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി സ്ക്രീനിൽ കാണിക്കുകയാണ്. അതിലുണ്ടാവും ആരൊക്കെയാണ് സേവ് ആവുക എന്നുള്ളത്. അതിലാദ്യം അനിമോള് സേവ് ആവുന്നു, അതിനുശേഷം ഒണിയിൽ, ലക്ഷ്മി, സാബുമോൻ. പിന്നീട് ഇവരുടെ 3 പേരുടെയും ഫോട്ടോസാണ് ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സാബുമാൻ സേവ് ആവുന്നു, പിന്നെ ഒണിയിലും ലക്ഷ്മിയാണുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഇനി കാണിക്കുന്ന ഒരു യാത്രയയപ്പ് വീഡിയോ ആണ്, അത് ആരുടെ യാത്രയയപ്പ് വീഡിയോ ആണോ കാണിക്കുന്നത് അയാൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. അത് ഒണിയിലിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഒണിയിൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. പിന്നീട് ഒണിയിൽ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൽ നെവിൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് എൻ്റെ പിഗ്ഗി ബാങ്കിലുള്ള 2 കോയിൻസ് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് ആ കോയിൻസ് നെവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒണിയിൽ ഈ ആഴ്ച എവിക്റ്റായിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ലാലേട്ടൻ അകത്തുള്ള മത്സരാർത്ഥികളോട് സംസാരിക്കുകയാണ്. ഇനി 4 പേരാണ് എവിക്ഷനിൽ ബാക്കിയുള്ളത്, നൂറ, ജിസേൽ, നെവിൻ, ആദില. അപ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെയും ഫോട്ടോസ് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ 4 പേരുടെ ഭാവി എന്താണെന്നുള്ളത് നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്. അതിനുശേഷം ബിന്നിയും ലക്ഷ്മിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഒണിയിലിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഈ ഒണിയിലിൻ്റെ മമ്മിയൊക്കെ വീട്ടിൽ വന്ന സമയത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും മാപ്പ് തരാനായിട്ട് ഒരു സാധ്യതയില്ല. അപ്പോൾ ബിന്നി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒണിയിലിൻ്റെ വീട്ടിൽ പോയിട്ട് മമ്മീൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് അതിൽ നല്ല രീതിയിൽ വിഷമമുള്ളതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആര്യനും ജിസേലും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ജിസേൽ വീണ്ടും ആ ലക്ഷ്മീൻ്റെ വിഷയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഉറങ്ങാൻ പോയപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, ലക്ഷ്മീൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു എന്ന് പറയുന്ന അതിൽ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ആര്യൻ ഇങ്ങനെ കൈ തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് ഈ വിഷയം ഇനി സംസാരിക്കരുത്, സംസാരം നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇറിറ്റേഷൻ ആര്യൻ കാണിക്കുന്നുണ്ട്. ജിസേലിന് ശരിക്കും പൊസസീവ്നെസ് ആണ്, അത് വളരെ പ്രകടമായി തന്നെ ജിസേൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.